മാധവനാട് ക്വാറിയിലേക്ക് മറിഞ്ഞ ലോറി ഉയർത്താനുള്ള ശ്രമങ്ങളാണ് അവിടെ നടക്കുന്നത് എന്നാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. 2-3 മണിക്കൂർ പിന്നിടുകയാണ്. ഇപ്പോൾ ക്രെയിൻ അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ആ ക്രെയിൻ കൊണ്ട് ലോറി ഉയർത്താൻ കഴിയുമോ എന്നുള്ള കാര്യം സംശയമാണ് എന്നറിയുന്നു. അത് പരിശോധിക്കുകയാണ്. ഏകദേശം അത് 10-65 അടിയോളം ഈ ക്വാറിക്ക് താഴ്ചയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലോറി പൂർണ്ണമായും മുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഈ ലോറി പുറത്തെടുക്കാതെ അതിനകത്തിൽ ഉള്ള ക്ലീനർ മുസ്തഫയെ രക്ഷിക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ ഫയർഫോഴ്സ് സംഘം, ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ഫയർഫോഴ്സ് സംഘം അറിയിക്കുന്നത്. അപ്പോൾ പൂർണ്ണമായും ആ ലോറി പുറത്തേക്ക് എടുക്കേണ്ടതുണ്ട്. അജി കുഞ്ഞുമോൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അജി, കൂടുതൽ പുതിയ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? അമൃത, പുതിയ വിവരം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നൽകാനുള്ളത് ഈ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ക്രെയിൻ താഴേക്ക്, അതായത് ക്രെയിന്റെ ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ഈ ലോറി ഉയർത്താനുള്ള ഒരു ശ്രമം നിലവിൽ നടത്തുന്നുണ്ട്. അതിന്റെ ശ്രമങ്ങൾ നിർണായകമാണ് എനിക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് നൽകാൻ കഴിയുന്നത്. മുങ്ങൽ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ഇവർ ഇപ്പോൾ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഉപയോഗശൂന്യമായ കുളമായത് തന്നെ ഒരുപാട് മാലിന്യങ്ങൾ അടക്കം ഇവിടെ ഉണ്ട് അമൃത. അത് നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയും. വലിയ തരത്തിൽ മാലിന്യങ്ങൾ അടക്കം നിക്ഷേപിക്കുന്ന ഒരു കേന്ദ്രവും കൂടിയായിരുന്നു ഈ കോറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്ത് പറയേണ്ടത്. ഇപ്പോൾ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് അത് ഉയർത്താനുള്ള ശ്രമങ്ങളൊക്കെ തന്നെയും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മുങ്ങൽ വിദഗ്ധർ ഇപ്പോഴും അവിടെ പരിശോധന നടത്തുകയാണ്. 65 അടി താഴ്ചയാണ് ഈ കുളത്തിന് ഉള്ളത്, ഈ കോറിക്കുള്ളത്. 65 അടി താഴ്ചയിൽ നിന്ന് ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. മുങ്ങൽ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ ഹുക്കിട്ടുകൊണ്ട് ഈ ലോറി ഉയർത്താനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ, ഇപ്പോൾ നിലവിൽ ഇവിടെ എത്തിച്ച ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഉയർത്താൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകർക്കുള്ളത്. അത്തരത്തിലുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വലിയ തരത്തിൽ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമുക്കറിയാം, ഒരു മനുഷ്യജീവനാണ് കഴിഞ്ഞ 3 മണിക്കൂറിലേറെയായി ഇവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ആ മനുഷ്യജീവനിൽ എത്രയും വേഗം രക്ഷപ്പെടുത്തുക എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോട് കൂടെ തന്നെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനവും അവിടെ നടത്തുന്നത്. സ്കൂബ ടീമും പരിശോധനയിൽ ഉണ്ട് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. ഫയർഫോഴ്സിന്റെയും ഒപ്പം തന്നെ പോലീസിന്റെയും നാട്ടുകാരുടെ ഒക്കെ വലിയ തരത്തിലുള്ള സഹായം ഇവിടെ ഇവർക്കുണ്ട്. അതേസമയം ഈ ലോറിയുടെ ഡ്രൈവറായിരുന്ന, ഈ മിനി ലോറിയുടെ ഡ്രൈവറായിരുന്ന ജാഫറിനെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ജാഫറിന്റെ തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. ജാഫറിനെ തിരൂരുള്ള ആശുപത്രിയിലേക്ക് മാറ്റി എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ലോറി ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. സ്കൂബ ടീംസിന് ഇത് എവിടെയാണ് കിടക്കുന്നത് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് നമുക്കും അത് കാണാൻ കഴിയില്ല, കാരണം അത്രത്തോളം താഴ്ച ഇതിനുണ്ട്, ഈ കോറിക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കും ആ ലോറി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. പക്ഷേ മുങ്ങൽ വിദഗ്ധർ അത് കണ്ടെത്തിയിട്ടുണ്ട് എന്നതാണ്. കഴിഞ്ഞ 3 മണിക്കൂറായി അവിടെ തെരച്ചിൽ തുടരുകയാണ്, രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഈ ലോറിയിൽ നിന്ന് മുസ്തഫ എന്ന വ്യക്തിയെ പുറത്തെത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഫയർഫോഴ്സ് സംഘം, അതുപോലെ തന്നെ സ്കൂബ ടീമും ഒക്കെ ഉള്ളത്. 3 മണിക്കൂർ പിന്നിടുകയാണ്. ക്രെയിൻ എത്തിച്ചുള്ള തെരച്ചിലേക്ക് കടന്നിരിക്കുന്നു സംഘം എന്ന് വേണം മനസ്സിലാക്കാൻ. ഗോകുൽ കെ വേണുഗോപാൽ കൂടി തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. ഗോകുൽ, അല്പസമയം മുമ്പാണ് ക്രെയിൻ അവിടെ എത്തിയത്. ഈ ലോറി പൂർണ്ണമായും പുറത്തെടുക്കേണ്ടതുണ്ട്, അതിൽ നിന്ന് അയാളെ രക്ഷപ്പെടുത്തേണ്ടതുണ്ട്. ആ ദൗത്യത്തിലേക്ക് കടന്നോ? ട്രെയിൻ അല്പസമയം മുമ്പാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇനിയുള്ള ഓരോ നിമിഷവും നിർണായകമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ട്രെയിൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ വാഹനം, അതായത് ഇതിനകത്തേക്ക് വേണം മിനി ലോറി പുറത്തേക്ക് എത്തിക്കാൻ സാധിക്കുന്നു എന്നൊരു വിലയിരുത്തലാണ് ഉള്ളത്. ആദ്യഘട്ടത്തിൽ ട്രെയിൻ എത്താൻ ചെറിയൊരു കാലതാമസം ഉണ്ടായിരുന്നതാണ് ആശങ്ക സൃഷ്ടിച്ചതെങ്കിൽ ഈ വാഹനം വെള്ളത്തിനടിയിലേക്ക് വീണ്ടും ആഴ്ന്നു പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതിനാൽ തന്നെ ഇനിയുള്ള ഓരോ നിമിഷവും ആശങ്കയുടെയും അതിനോടൊപ്പം തന്നെ നിർണായകവുമായിട്ടുള്ള സമയമാണ് എന്നാണ് കരുതുന്നത്. എന്തായാലും ക്രെയിനിന്റെ ഒരു ഭാഗം വെള്ളത്തിനടിയിലേക്ക് ഇറക്കിയിട്ടുണ്ട്. ഇത് പൊന്തിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ തുടരുകയാണ്. സ്കൂബ ഡൈവേഴ്സ് ഒക്കെ ഈ വെള്ളത്തിന് അടുത്തുണ്ട്, വാഹനത്തിന് അടുത്ത് തന്നെ ആയിട്ടുണ്ട്. ഇതിന് ക്ലിപ്പ് ചെയ്തതിനു ശേഷം മുകളിലേക്ക് വലിക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഓരോ സമയം കഴിയും തോറും ഈ വാഹനം വെള്ളത്തിനടിയിലേക്ക് പോകുന്നതിനാൽ തന്നെ ഇതൊരു ചെറിയ പ്രതിസന്ധി സൃഷ്ടിക്കുമോ എന്നൊരു ആശങ്കയുണ്ട്. ഈ വാഹനത്തിന്റെ മുൻഭാഗം ഒരു ഭാഗം എന്തായാലും ഇതിനടിയിലേക്ക് താഴ്ന്നു പോയിട്ടുണ്ട്, ചടിയിലേക്ക് താഴ്ന്നു പോയിട്ടുണ്ട് എന്നൊരു വിവരം കൂടി ആ രീതിയിൽ കൂടി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു.
വലിയ ആഴമുണ്ട്, 65 അടിയോളം ഉണ്ട്. കാരണം അതിനെ ഈ ഫിറ്റ് ചെയ്തതിനു ശേഷം, അതായത് ക്രെയിൻ ഒരു പ്രദേശത്ത് ഫിറ്റ് ചെയ്തതിനു ശേഷം അതിന് ഉയർത്താൻ ആവശ്യമായിട്ടുള്ള നടപടികളിലേക്കാണ് കടക്കാൻ ഒരുങ്ങുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ക്രെയിനിന്റെ ഒരു ഭാഗം വെള്ളത്തിനടിയിലേക്ക് ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഇനി വാഹനം പുറത്തെത്തിക്കാൻ സാധിക്കും എന്നൊരു കാര്യം നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിരുന്നു. അരമണിക്കൂറിനകം തന്നെ ഈ വാഹനം പുറത്തെത്തിക്കാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് നമ്മൾ പങ്കുവെക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഇത് പുറത്തെത്തിക്കേണ്ടതുണ്ട്. കാരണം 2 മണിക്കൂറിലധികമായി ഈ വാഹനത്തിനകത്ത് ഒരു മനുഷ്യജീവനുണ്ട് എന്ന് കരുതുന്നു. അദ്ദേഹത്തെ രക്ഷിക്കാൻ സാധിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും അതിനുള്ള നടപടികൾ എന്തായാലും നടക്കുകയാണ്. നിർണായകമായ സമയത്തിലാണ് ഇപ്പോൾ ഉള്ളത്. വാഹനത്തിന്റെ അതായത് ക്രെയിനിന്റെ ഒരു ഭാഗം വെള്ളത്തിനടിയിലേക്ക് ഇറക്കിയിരിക്കുന്നു. ഇത് ഉയർത്താൻ ആവശ്യമായിട്ടുള്ള നടപടിയിലേക്ക് കടക്കുന്നു. അതിന് വേണ്ട സഹായങ്ങൾ ചെയ്യാനായി സ്കൂബ ഡൈവേഴ്സ് ഉൾപ്പെടെയുള്ള സംഘങ്ങൾ, ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. പുറമെ എന്തായാലും നാട്ടുകാരുടെ സഹായമൊക്കെ ഇവർക്ക് ലഭിക്കുന്നുണ്ട്. അത്തരത്തിൽ എല്ലാവരും ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. ഏകദേശം 1 മണിയോട് കൂടിയിട്ടാണ് ഇത്തരത്തിലൊരു അപകടം നടന്നത്. 3:55 ആകുന്നു. ഏകദേശം 2.25 മണിക്കൂർ പിന്നിടുന്ന സമയത്തും അതിനകത്തുള്ള മറ്റൊരു ജീവനെ രക്ഷിക്കാൻ അല്ലെങ്കിൽ അത് പുറത്തെടുക്കാൻ സാധിച്ചിട്ടില്ല എന്ന ആശങ്ക ഇവിടെ ഉയർന്നു നിൽക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.